നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഈ ഒരു ഒറ്റ സെറ്റിംഗ്സ് മാറ്റിയതോടെ നമ്മുടെ ഗെയിമിൽ വന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നല്ല കിഡിലായിട്ട് തന്നെ ഏടാൾ ഉപയോഗിച്ച് നമുക്ക് ഹെഡ്ഷോട്ടുകൾ അടിക്കാൻ പറ്റുന്നുണ്ട്. നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നു നിന്റെ കാര്യം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് നല്ല കിഡിലായിട്ടുള്ള ഒരു ടിപ്സ് ആൻഡ് ട്രിക്ക് വീഡിയോ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ കുറേ അധികം ഹെഡ്ഷോട്ടിന്റെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു സ്നൈപ്പർ കൊണ്ട് എങ്ങനെ ഹെഡ്ഷോട്ടുകളൊക്കെ അടിക്കാൻ പറ്റുന്നതെന്ന് നമ്മളൊരു വീഡിയോകളൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്. ഹെഡ്ഷോട്ടിന്റെ സീരീസിന് ഇതിനോടൊപ്പം തന്നെ ഏകദേശം 5 ലക്ഷത്തോളം വ്യൂസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷത്തോളം ആൾക്കാരാണ് നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് മാത്രം ഹെഡ്ഷോട്ടുകളൊക്കെ അടിക്കാൻ പഠിച്ചതെന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പഠിക്കാൻ പറ്റുന്നത്. അതിനായിട്ട് ഞാൻ പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മാറ്റം നിങ്ങളുടെ ഗെയിമിൽ വന്നിട്ടുള്ള കാര്യം. നമ്പർ 1, അവോയ്ഡ് പ്രാക്ടീസ് സെക്ഷൻസ്. അതായത് നമ്മൾ 90% ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ നേരെ ക്ലാസ് കോളിലോ അല്ലെങ്കിൽ BR റാങ്കിലോ നേരെ പോയിട്ട് നമുക്ക് AW കൊണ്ട് അടിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് പോയിട്ട് നമ്മൾ നേരെ അടിക്കാൻ പോകുന്നത്. ഒരിക്കലും ആ ഒരു ആന മണ്ടത്തരം ചെയ്യാൻ പാടില്ല. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രെയിനിങ് സെന്ററിൽ പോയി അങ്ങനെ കളിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റം മാച്ച് ഇട്ടിട്ട് അങ്ങനെ കളിക്കാൻ സാധിക്കും. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോൺ വൂൾഫ് വരെ കളിക്കാൻ സാധിക്കും. ഈ ഒരു 3 കാര്യങ്ങളാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്ന് പറയുന്നത് ഹെഡ്ഷോട്ട് കളിക്ക് അടിക്കാൻ പഠിക്കുന്ന ആ ഒരു ടൈമിലായിട്ട്. നമ്പർ 2, 3-2-1 മെത്തേഡ് ഫോർ സ്നൈപ്പേഴ്സ്. അതായത് ഇപ്പൊ 90% ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ് 3-2-1 മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ട്. അത് സ്നൈപ്പേഴ്സിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അതാണ് ട്രെയിനിങ് സെന്ററിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച് വിജയിച്ചിട്ടുള്ള മെത്തേഡ് എന്നുള്ള കാര്യം. ഇത് പലർക്കും അറിയത്തില്ല. ഈ വീഡിയോ കാണുന്ന 90% ആൾക്കാർക്കും അറിയത്തില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അത് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ട്രെയിനിങ് സെന്ററിലാണ്. അപ്പോൾ ട്രെയിനിങ് സെന്ററിൽ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഈ 3-2-1 മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഡെമോ കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ സൈഡിലുള്ള ആ ഒരു സ്കോപ്പിന്റെ ബട്ടൺ ഇല്ലേ, ആ ഒരു സ്കോപ്പിന്റെ ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഫയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്പോൾ തന്നെ, അതായത് ആ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഫയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് ആ ഒരു സെക്കൻഡിൽ തന്നെ നിങ്ങൾ ആ ഒരു റൈറ്റ് സൈഡിന് മേളിൽ കാണുന്ന ആ ഒരു ഗൺ സ്വിച്ച് ചെയ്യുന്ന ആ ഒരു ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഈ ഒരു സംഭവം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഗണ്ണ് സ്വിച്ച് ആവുന്നതായിട്ടും പെട്ടെന്ന് നമുക്ക് ഹെഡ്ഷോട്ടുകളൊക്കെ അടിക്കാൻ പറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു സാധനം പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സാധനം മാസ്റ്റർ ആക്കുന്നതിലൂടെ ഏകദേശം 50% നിങ്ങൾ ഈ ഒരു AW കൊണ്ട് ഹെഡ്ഷോട്ട് അടിക്കുന്ന കാര്യത്തിൽ വിജയിച്ചെന്ന് തന്നെ പറയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഗൺ ബട്ടൺ സ്വിച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട 3 സ്കിൽ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കോപ്പിന്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ഫയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗണ്ണൊന്ന് മാറ്റി പിടിക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. ഈ ഒരു 3 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ വിജയിച്ചു കഴിഞ്ഞു. ഈ ഒരു സ്കില്ല് നിങ്ങൾ എത്രത്തോളം മാസ്റ്റർ ആക്കുന്നോ അത്രത്തോളം പെട്ടെന്ന് തന്നെ നമുക്ക് AW ഉപയോഗിച്ച് ഹെഡ്ഷോട്ടുകളൊക്കെ അടിക്കാൻ പറ്റുന്നതായിരിക്കും. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ച് തുടങ്ങും. അതായത് നമ്മുടെ ഗണ്ണിന്റെ സ്വിച്ച് ചെയ്യുന്നത് നമ്മുടെ സ്പീഡിംഗ് ആൾക്ക് ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവുന്നതായിരിക്കും ഈ ഒരു 3-2-1 മെത്തേഡ് എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. അടുത്തൊരു മെത്തേഡാണ് എയിം പ്രാക്ടീസ് മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നമ്മൾ ട്രെയിനിങ് സെന്ററാണ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ ഒരു മിഡിൽ പാർട്ടി വരിക, അതായത് ആ ഒരു ഡെമ്മി ഇരിക്കുന്നതിന്റെ മിഡിൽ പാർട്ടി വരിക. അതിനുശേഷം നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ആ ഒരു ജോയിസ്റ്റിക്കിലെ ആ ജോയിസ്റ്റിക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഗണ്ണിംഗ് ആൾക്ക് സ്വിച്ച് ചെയ്ത് അടുത്തൊരു ഗണ്ണിലോട്ട് പോവുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മുടെ ഗണ്ണിംഗ് ആൾക്ക് ഫയർ ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ആ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ചെയ്ത് പ്രാക്ടീസ് ആവുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗണ്ണിനെ സ്വിച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മൂവ്മെന്റ് സ്പീഡ് കുറച്ച് ഇൻക്രീസ് ആക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ റിഫ്ലെക്സ് കുറച്ച് ഇൻക്രീസ് ആക്കാൻ പറ്റും. അപ്പോൾ ഈ മെത്തേഡ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ റിഫ്ലെക്സ് അതുപോലെ തന്നെ മൂവ്മെന്റ് സ്പീഡ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എയിമുകളൊക്കെ ഉപയോഗിച്ച് അടിക്കാൻ പറ്റുന്ന ആ ഒരു കഴിവുകളൊക്കെ നമുക്ക് ഇൻക്രീസ് ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ മെത്തേഡുകളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ട്രൈങ്ങളൊക്കെ ചെയ്തിട്ട് താഴെ കമന്റ് ബോക്സിൽ വന്ന് പറയേണ്ടതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഉപകാരപ്പെടുന്ന സാധനം ഇംപ്ലിമെന്റ് ഇൻ ഗെയിം. അതായത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം, പലരും മിസ്സാക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിച്ചു. നിങ്ങൾ നേരെ ട്രെയിനിങ് സെന്ററിൽ പോയി ഇത് പ്രാക്ടീസ് ചെയ്തു. ഓക്കെ, ട്രെയിനിങ് സെന്ററിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നടക്കുന്നുണ്ട്. ബട്ട് നമ്മൾ ഒരിക്കലും ഈ ഒരു സാധനം നമ്മുടെ റിയൽ ലൈഫിലോട്ട് നമ്മൾ കൊണ്ടുവരത്തില്ല. ഐ മീൻ ഗെയിമിന്റെ റിയൽ ലൈഫിലോട്ട്. ഫോർ എക്സാമ്പിൾ പറയുന്ന സമയത്ത് നമ്മൾ BR-ലോട്ടും അതുപോലെ തന്നെ ക്ലാസിക്കിലോട്ടും അതുപോലെ ക്ലാഷ് കാർഡിലൊക്കെ വരുന്ന സമയത്ത് പലർക്കും പേടിയാണ് ഈ ഒരു മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യുന്നത്. അടുത്തൊരു മാച്ച് ആവട്ടെ അല്ലെങ്കിൽ അടുത്തൊരു ഗെയിം ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ സ്കിപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങളൊരു സാധനം പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം നിങ്ങൾ ഗെയിമിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇത് പഠിച്ചിട്ട് വേറൊരു കാര്യമില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇംപ്ലിമെന്റ് ചെയ്യുക. നിങ്ങൾ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ആ ഒരു ഗെയിമിലോട്ട് വരുന്ന സമയത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയിട്ട് ഫെയിൽ ആവുകയാണെങ്കിൽ വീണ്ടും കൺസിസ്റ്റന്റ് ആയിട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിനൊരു വിജയം നേടാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ജസ്റ്റ് ഒന്ന് കൺസിസ്റ്റന്റ് ആവുക. അത്ര മാത്രം ചെയ്താൽ മതി. നമുക്ക് ഗെയിമിൽ നല്ല തന്നെ കളിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ഗെയിമിൽ ഏറ്റവും കൂടുതൽ അണ്ടർ റൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ള സംഭവമാണ് ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്ന പല ഹെഡ്ഷോട്ട് അടിക്കുന്ന ആൾക്കാരും പ്രഡിക്ഷൻ ഉപയോഗിച്ചാണ് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. ബട്ട് അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ട്രെയിനിങ് സെന്ററാണ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ
എങ്ങോട്ടാണ് എനിമി പോകുന്നത്, അങ്ങോട്ടാണോ പോകുന്നത്, ഇങ്ങോട്ടാണോ പോകുന്നത് നമുക്ക് മനസ്സിലാവും. ഇതേ സെയിം കാര്യം നമുക്ക് റിയൽ ഗെയിമിലോട്ട്, അതായത് നമ്മൾ ക്ലാസിക്കിലോട്ടും BR ഗെയിമിലോട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുന്ന സമയത്ത് ഒരു എനിമി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത മൂവ്മെൻറ്റ് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ എയിം നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഇതുവരെ അടിക്കാത്ത രീതിയിലുള്ള ഹെഡ്ഷോട്ടുകൾക്ക് നമുക്ക് അടിക്കാൻ സാധിക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ വിശ്വസിക്കപ്പെടുത്തുള്ള കേസ് നിങ്ങൾ മാക്സിമം പ്രഡിഷനും കളിക്കുന്ന പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഗെയിമിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ട്രെയിനിങ് സെൻറ്ററുകളൊക്കെ ചെന്നതിന് ശേഷം ഇങ്ങനെ പ്രഡിഷനിങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഹെഡ്ഷോട്ടുകളൊക്കെ അടിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗെയിമിൽ എത്രത്തോളം മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. സോ എന്തായാലും ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ലേ. നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കൂടെ ചെയ്തേക്കാം. പിന്നെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ മറക്കണ്ട.